ഡീ റിമോട്ട് ഇതാ. അമ്മ നിങ്ങളോട് റിമോട്ട് തരാൻ പറയുമ്മ. ഇത്ര നേരം നീയല്ലേ കണ്ടോണ്ടിരുന്നേ? ഇനി എനിക്ക് ചാനൽ മാറ്റണം. അമ്മ അച്ഛാ, ഈ വർഷത്തെ ഡയറി എനിക്ക് എന്തായാലും വേണം കേട്ടാ. അവൾക്ക് കൊടുക്കണ്ട, അവൾക്ക് എന്തായാലും കൊടുക്കണ്ട. എപ്പോഴും അവൾക്കല്ലേ കൊടുക്കാറുള്ളത്. ഇപ്രാവശ്യത്തെ എനിക്ക് എന്തായാലും വേണം. ഒന്ന് അപ്പുറത്ത് പോയിരുന്ന് പഠിക്കുവോ? എനിക്ക് ഉറക്കം വായിക്കണം. ഉറക്കം വായിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലേ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കേ. എണീക്കടി. ഞാൻ അവിടെ ആദ്യം ഇടുന്നത് കേട്ടാ. അയ്യടാ, ഒന്ന് എണീറ്റ് പോയപ്പോഴേക്കും ചാടി കയറി ഇരിക്കുക. എണീക്ക് ചേച്ചി. അമ്മ ഇന്നെന്താ കറി? മീൻകറിയാ? അമ്മ അവളെല്ലാം എടുത്തു. എനിക്ക് ഒരു പൊട്ട് പോലും മാക്കി വെച്ചില്ലമ്മ. അമ്മ ഇനി ചേച്ചി എപ്പോഴമ്മ വരിക? എനിക്ക് അവളെ കാണാൻ തോന്നണു അമ്മ. ഹലോ ചേച്ചി. എടി നീ എപ്പോഴാ വരുന്നേ? ഒന്ന് വേഗം വാടി ചേച്ചി. ഹലോ ചേച്ചി. എടി ഞാനും അമ്മയും വഴക്കാം. ഹലോ ചേച്ചി. എടി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫിലിമിന് പോകാൻ അയക്കുന്നില്ലടി അച്ഛനും അമ്മയും. നീ ഒന്ന് പറയ് ചേച്ചി പ്ലീസ്. ദേ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫീൽ ചെയ്യാത്ത എത്ര ചേച്ചിമാരുണ്ട് നമുക്കിടയിൽ. ചേച്ചി കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് വരെ അനിയത്തി കുട്ടികൾക്ക് അവരുടെ ചേച്ചി ഒരു വഴക്കാടി, പാര, അനിയത്തിയോട് സ്നേഹമില്ലാത്തവൾ, കുശുമ്പുള്ളവൾ, അങ്ങനെ എന്തൊക്കെയോ ഡെഫിനേഷൻസാണ് അവരുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ അവരുടെ പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഫ്രണ്ട്സിനെ കൂട്ടുപിടിക്കും. കാരണം ചേച്ചിയോട് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വഴക്കിടുമ്പോൾ അവളത് അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോ എന്നുള്ള പേടി. അങ്ങനെയൊക്കെ ആണെങ്കിലും വഴക്കുകൂടി ദേഷ്യപ്പെട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ അവർക്ക് ചേച്ചി വേണം, പുതപ്പ് കാലിലിട്ട് കൊടുക്കാൻ ചേച്ചി വേണം, ഒന്ന് കെട്ടിപ്പിടിച്ചുറങ്ങാൻ ചേച്ചി വേണം. അനിയത്തി കുട്ടികൾ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഏക സമയം അത് മാത്രമായിരിക്കും. അന്നത് ഫീൽ ചെയ്യാൻ ഒരു ചേച്ചിക്കും കഴിഞ്ഞു കാണില്ല. കാരണം ഇന്ന് വഴക്കിട്ടേ നാളെ അവൾക്ക് എന്ത് പണി കൊടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ കിടന്നുറങ്ങും. പിന്നീട് ഈ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയാൽ അവർക്ക് അവരുടെ ചേച്ചി എത്ര പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാവും. പിന്നെ ദൂരത്തിരുന്നുകൊണ്ട് അവർ സ്നേഹം പ്രകടിപ്പിച്ചു തുടങ്ങും. എന്നും 3-4 തവണ ചേച്ചിയെ വിളിച്ച് വിശേഷം തിരക്കും. അതിലൊരു തവണ വിളിക്കുന്നത് നീ എന്നാ ചേച്ചി ഇനി വരുന്നതെന്നുള്ള സ്ഥിരം ചോദ്യം ചോദിക്കാനാണ്. അച്ഛനും അമ്മയും സമ്മതിക്കാത്ത അവളുടെ പല കാര്യങ്ങൾക്കും അവൾ ചേച്ചിയിലൂടെ പെർമിഷൻ വാങ്ങിച്ചെടുക്കും. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് തുടങ്ങും. പിന്നെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. നേടിക്കാണുന്ന സമയത്ത് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കാണാതിരുന്ന ദിവസത്തെ മുഴുവൻ സ്നേഹവും ആ കുറച്ച് സമയം കൊണ്ട് സ്നേഹിച്ചു തീർക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതേപോലെ ഒരു അനിയത്തിക്കുട്ടി എനിക്കുണ്ട്. ഇന്നവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ വീഡിയോ അവൾക്കുള്ള കുഞ്ഞ് ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഇത് കൂടാണ്ട് മറ്റൊരു സമ്മാനം കൂടി ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളുടെ പിറന്നാൾ കൂടെ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു കേട്ടോ. Happy birthday to you. കത്തിലിങ്ങ
ഹാപ്പി ബർത്ത്ഡേ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. അയ്യോ തുറക്കാനുണ്ട് കേട്ടോ. അതെ പൊട്ടിക്കണ്ട കേട്ടോ അവൻ. ഇനിയുമോ? എന്താ സംഭവം? അതെന്താ? എനിക്കത് എന്താ സംഭവം? അതിനുള്ളിൽ ഇനിയും തുറക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ Girls crying. അയ്യോ പോയിട്ട് മതി നോക്കട്ടെ, മതി. നീ ഹാപ്പിയാണോ നോക്കട്ടെ? നോക്കട്ടെ. അല്ല, ഞാൻ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. Thank you. Thank you. Thank you. നോക്കട്ടെ. ലൈറ്റ് വന്നു. കുറച്ച് നേരം ശരിക്കും നോക്കട്ടെ. ആ, അല്ല ഇത് മതി.